കമൽഹാസനെ നായകനാക്കിയിട്ടുള്ള ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ടു. ഈ ഒരു സിനിമ ജൂലൈ 12-നാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. ജൂൺ അവസാന ആഴ്ചയിൽ തന്നെ ഇന്ത്യൻ ടു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവരും. കൽക്കി. പ്രഭാസിന്റെ അടുത്ത പാൻ വേൾഡ് സിനിമയാണ് കൽക്കി. ഈ ഒരു സിനിമ 2 ഭാഗങ്ങളായിട്ടാണ് എത്തുന്നത്. സിനിമയുടെ ആദ്യ ഭാഗം ജൂൺ 27-ന് തിയേറ്ററുകളിൽ എത്തും. ഈ സിനിമയിൽ മലയാളത്തിൽ നിന്ന് ദുൽഖർ സൽമാൻ, ഹിന്ദിയിൽ നിന്ന് അമിതാഭ് ബച്ചനും തമിഴിൽ നിന്ന് കമൽഹാസനും എന്നിങ്ങനെ വൻ താരനിരയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. സിനിമയെക്കുറിച്ചിട്ട് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ദുൽഖറിന് സിനിമയിൽ 10 മിനിറ്റിന് താഴെ മാത്രമേ ദൈർഘ്യമുള്ളൂ. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്ന കമൽഹാസന് 19 മിനിറ്റ് മാത്രമേ സ്ക്രീൻ ടൈം ഉള്ളൂ. അടുത്തതായി രാഘവ ലോറൻസ് നായകനായിട്ടുള്ള കാഞ്ചനയുടെ 4ാം ഭാഗം. മറ്റു 3 ഭാഗങ്ങളെപ്പോലെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കില്ല ഇത്, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിനിമയാണ് എന്നാണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കിട്ടിയ വിവരം. പടത്തിന്റെ ഷൂട്ട് സെപ്റ്റംബറിൽ തുടങ്ങും. അടുത്തതായി ലോകേഷ് കനകരാജിന്റെ രജനീകാന്ത് നായകനായ കൂലി. ഈ ഒരു സിനിമയുടെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ട് 2 അപ്ഡേറ്റുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ജൂൺ 10-ന് ആരംഭിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ കാസ്റ്റിന്റെ ഭാഗത്ത് നിന്നാണ്. കൂലി എന്ന സിനിമയിൽ രജനീകാന്തിന്റെ വില്ലനായെത്തുന്നത് ഒരു മലയാള നടനാണ്. ഒരു മലയാള ആക്ടറിനെ ലോകേഷ് കനകരാജ് തമിഴിലേക്ക് കൊണ്ടുപോയാൽ അത് ഒരിക്കലും വെറുതെ ആയിരിക്കില്ല. കൂലിയിൽ രജനീകാന്തിന് വില്ലനായി വരുന്നത് ജനപ്രിയ നായകൻ ദിലീപാണ്. ദിലീപിനെ മലയാളത്തിൽ തന്നെ അങ്ങനെ വില്ലനായിട്ട് കണ്ടിട്ടില്ല. ലോകേഷിന്റെ സിനിമയിൽ ഒരു വില്ലനായിട്ട് കയറിയാൽ പുള്ളിയുടെ റേഞ്ച് തന്നെ മാറും. ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.